എല്ലാ നിരാശയുടെയും ദിനം എന്ന മട്ടിൽ ഇതിനെ കണക്കാക്കാതെ പ്രത്യാശയുടെ ദിനം കൂടിയാണിത് എന്ന് നമ്മൾ ഉറപ്പിക്കേണ്ടത് കൂടിയുണ്ടല്ലോ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി സർക്കാർ നിർമ്മിച്ച വയനാട് ടൗൺഷിപ്പിൻ്റെ ആദ്യഘട്ട ഉദ്ഘാടനം ഇന്നാണ്. രാവിലെ 11 മണിക്ക്, അതായത് 1 മണിക്കൂറിനപ്പുറം മുഖ്യമന്ത്രി 178 വീടുകളുടെ താക്കോൽ കൈമാറും. താക്കോൽ കൈമാറ്റത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. പ്രസാദ് ഉടുമ്പശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ട്. വയനാട് ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനം 11 മണിയോടുകൂടി തന്നെ നടക്കും. മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, മറ്റു മന്ത്രിമാരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മളോടൊപ്പം റവന്യൂ മന്ത്രി തന്നെ നമ്മളോടൊപ്പം ചേരുന്നു. ഇവിടെ വരുന്ന സമയത്ത് സത്യത്തിൽ എല്ലാവരും മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ് ഈ കാഴ്ച കണ്ട്. കാരണം നമ്മളെല്ലാവരും അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നതാണ്, അവർക്കൊപ്പം നിന്നതാണ്, സർക്കാർ തണലായി നിന്നതാണ്. ഒരു മാതൃക എന്ന് തന്നെ പറയാം. എങ്ങനെയാണ് ഈ ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല, എത്ര വളരെ വേഗത്തിൽ പൂർത്തിയാക്കുക എന്ന് പറയുന്നത്? ഇതൊക്കെ കേൾക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം. ഈ പദ്ധതി അത്ര എളുപ്പമല്ലെന്നും ഈ രൂപീകരിക്കപ്പെട്ട പദ്ധതിയുടെ വ്യാപ്തി എത്ര വലുതായിരുന്നുവെന്നും ആളുകൾക്ക് മനസ്സിലായി തുടങ്ങുന്നത് ഇപ്പോഴാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 2024 ജൂലൈ 30 അതുണ്ടായ നിമിഷം തിരുവനന്തപുരത്ത് നിന്ന് ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ആരംഭിച്ച പ്രവർത്തനം പിന്നെ ഒരു ചോപ്പറിൽ കയറി ഇവിടെ വന്നത് മുതൽ ഇതുവരെ മന്ത്രിതല സംഘത്തോടൊപ്പം ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ അവസരം കിട്ടിയ ഒരാളെന്ന നിലയിൽ സത്യത്തിലൊരു വികാരങ്ങളുടെ തിരതള്ളിച്ചാണ് ഇപ്പോൾ മനസ്സിലൂടെ കടന്നു പോകുന്നത്. യഥാർത്ഥത്തിൽ പലരും ചോദിച്ചു ഞങ്ങളോട്, ഈ കിട്ടിയ കാശ് അങ്ങ് ആളുകൾക്ക് വീതിച്ചു കൊടുത്ത് അങ്ങ് അവസാനിപ്പിച്ചാൽ പോരെ? എളുപ്പമായിരുന്നു. എനിക്കറിയാം ചോദ്യം, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. എളുപ്പമായിരുന്നു ആ പണി. ഈ കിട്ടിയ കാശ് സെപ്റ്റംബർ മാസത്തിൽ കൊടുത്ത് അങ്ങ് ഒഴിവായി പോകാമായിരുന്നു. പക്ഷേ അവരാരും ജീവിതത്തിലോട്ട് തിരിച്ചു വരില്ല. അവർ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ചിലപ്പോൾ മേടിച്ച ഭൂമിക്ക് തന്നെ കൃത്യതയില്ലാതെ ഒറ്റപ്പെട്ട് കടത്തിന്റെ കടവും കൂടെ ചേരാൻ ഒരാളില്ലാതെ ഒറ്റപ്പെട്ട് ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നഷ്ടപ്പെട്ടു പോകുമെന്ന ഭീതി ഞങ്ങൾക്ക് മാത്രമല്ല അവർക്കും ഉണ്ടായിരുന്നു. മലയാളി നമ്മുടെ ഒപ്പം ഉണ്ടെന്ന ആത്മവിശ്വാസമായിരുന്നു. മലയാളത്തെ സ്നേഹിക്കുന്നവർ നമ്മളോടൊപ്പം ഉണ്ടെന്നുള്ള ആത്മധൈര്യമായിരുന്നു അതിന് ഞങ്ങളെ പ്രേരിപ്പിച്ചത്. ജൂലൈ 30 ദുരന്തമുണ്ടായി. ഒരുമിച്ച് താമസിക്കണമെന്ന ആഗ്രഹം ഓഗസ്റ്റ് 24 അവർ പറഞ്ഞ് ഒക്ടോബർ 4 ഞങ്ങൾ ഈ എൽസ്റ്റോൺ എസ്റ്റേറ്റ് ഏറ്റെടുത്തുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു. ഞങ്ങളൊരു ധൈര്യത്തോടെ ഏറ്റെടുത്തതാണ്. ഒക്ടോബർ 4 നമ്മൾ ഭൂമി ഏറ്റെടുത്തു. ദുരന്ത ബാധിതരെ സഹായിക്കാനാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു. പക്ഷെ ഡിസാസ്റ്റർ ആക്ടിൽ ഏറ്റെടുക്കാൻ പറ്റില്ലെന്ന് കാണിച്ചുകൊണ്ട് എസ്റ്റേറ്റ് ഉടമകൾ കേസിന് പോയി. ഞങ്ങൾ അവരോട് പറഞ്ഞു, LARR അനുസരിച്ചിട്ടുള്ള തുക ഞങ്ങൾക്ക് കൊടുക്കാൻ വിരോധമില്ല, ദുരന്ത ബാധിതരാണ് ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞു. ഡിസംബർ 27 ഇത് അംഗീകരിച്ചു കോടതി. പണത്തെക്കുറിച്ച് 22 കോടിയുടെ കണക്ക് കോടതി പറഞ്ഞു. പക്ഷെ ഇവിടെ നിർമ്മിക്കാൻ പറ്റില്ല. നിർമ്മിക്കണമെങ്കിൽ നിങ്ങളിങ്ങോട്ട് എൻട്രി ചെയ്തോളൂ, കാര്യങ്ങൾ നോക്കിക്കോളൂ. നിർമ്മിക്കണമെങ്കിൽ കോടതിയുടെ വിധി വരണം. ഞങ്ങൾ ഡിസംബർ 27 ഇത് ഉണ്ടായി. ജനുവരി 7 തന്നെ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഞങ്ങൾ ഇവിടെ കയറി, ഇവിടുത്തെ സർവേകൾ ആരംഭിച്ചു. അവസാനം കോടതി മാർച്ച് 27 നമ്മൾ നടത്തുന്ന കല്ലിടൽ നടപടിക്ക് മാത്രം അനുവാദം തന്നു. ഇനിയും തുക അവസാനമായിട്ട് പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞു. ഏപ്രിൽ 11 കോടതി പിരിയുന്ന അന്നാണ് തുക പ്രഖ്യാപിച്ചത്. അന്ന് രാത്രി തന്നെ പണം കെട്ടി. 12 ഭൂമി ഏറ്റെടുക്കുന്ന വിജ്ഞാപനം വന്നു. ഏപ്രിൽ 13 ഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. ഈ ആളുകളെ തിരിച്ചറിയുന്നതിന്റെ ഓരോ വ്യവഹാരങ്ങൾ DNA ടെസ്റ്റ് നടത്തുന്നു. അത്തരത്തിലുള്ള ഓരോ മാനസികാവസ്ഥയിലൂടെയായിരുന്നു അന്ന് മിനിസ്റ്ററൊക്കെ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം അതേ സമയത്ത് തന്നെ ഇവരുടെ പുനരധിവാസത്തിന് ആവശ്യമായിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇപ്പോഴെന്താണ് മിനിസ്റ്റർക്ക് തോന്നുന്നത്? അന്ന് കടന്നുപോയ ആ സമയം കഴിഞ്ഞതാ ഇപ്പോൾ നിൽക്കുന്നു. പുഞ്ചിരിമുറ്റത്ത് ഒരു ഉരുള് പൊട്ടിയിട്ടാണ് മനുഷ്യർ മരണപ്പെട്ടതെങ്കിൽ ബാക്കി ശേഷിക്കുന്ന മനുഷ്യരുടെ പുഞ്ചിരിയുള്ളൊരു മുറ്റം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി എന്ന ആത്മവിശ്വാസമാണ് ഈ ഗവൺമെന്റിനുള്ളത്. ഇനി അവർ ഒറ്റപ്പെട്ടവരല്ല. ഈ നഗരത്തിലെ എല്ലാവിധ സംവിധാനങ്ങളോടും കൂടി ഇന്നിവർക്ക് കൊടുക്കുന്നത് വീടിന്റെ താക്കോലല്ല. അവർ ജീവിതം ആരംഭിക്കുമ്പോൾ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള റവന്യൂ വകുപ്പ് ഒപ്പിട്ട് 1 മാസത്തെ ടാക്സും അടച്ചു കൊടുക്കുന്ന 7 സെന്റ് ഭൂമി, മനോഹരമായിട്ടുള്ള വീട്, അവർക്ക് ID കാർഡ്, അവരുടെ ആധാർ കാർഡ്, അവരുടെ റേഷൻ കാർഡ്, ഒരു പുതിയ നഗരത്തിലേക്ക് ചൂരൽമലയുമായിട്ട് ബന്ധപ്പെട്ട പൊക്കിൾക്കൊടി ബന്ധം നിൽക്കുമ്പോഴും ഒരു പുതിയ നഗരത്തിലേക്കുള്ളവരുടെ വരവിൽ അവർക്ക് ആവശ്യപ്പെട്ടതെല്ലാം കുറവുകളുണ്ടാകാം. സ്വാഭാവികമായിട്ടും മനുഷ്യനിർമ്മിതമാണിതെല്ലാം. ഈ സർക്കാരിനെതിരെ ആക്ഷേപങ്ങൾ പ്രതിപക്ഷമൊക്കെ പറയുന്നുണ്ട്, ഒന്നും ചെയ്തില്ല എന്നൊക്കെ പറയുന്നത്. ഈ നിമിഷം അതിനോട് ഒരു മറുപടി കൊടുക്കാവുന്നതാണ്. ഞാൻ സാധാരണ ഇതിനൊന്നും മറുപടി കൊടുക്കേണ്ടെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ മനുഷ്യന് ദ്രോഹിച്ചിട്ടും കൊതി തീരാതെ വന്നാൽ എന്ത് ചെയ്യും? ആരെയാണ് ഇവർ ഈ ദ്രോഹിക്കുന്നത്? ഈ മണ്ണിൽ മരിച്ചുപോയ പാവപ്പെട്ട 298 മനുഷ്യരെയാണോ? അവരുടെ തുടർച്ചക്കാരെയാണോ? ഇവിടെ യഥാർത്ഥത്തിൽ ദുരന്ത നിവാരണ ആക്ട്
2005 പാർലമെന്റ് പാസ്സാക്കിയതാണ്. അതിന്റെ സെക്ഷൻ 13 പ്രകാരം ദുരന്തബാധിതമായി പ്രഖ്യാപിച്ചൊരു സ്ഥലത്ത്, ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറായി പ്രഖ്യാപിച്ചൊരു സ്ഥലത്ത് സെക്ഷൻ 13 പ്രകാരം ആഭ്യന്തരമന്ത്രി അധ്യക്ഷനായിട്ടുള്ള ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഒറ്റ പ്രമേയം പാസ്സാക്കിയാൽ ഈ മണ്ണിലെ മുഴുവൻ മനുഷ്യരുടെയും കടമെഴുതി തള്ളാമായിരുന്നു. ഒരു കൊല്ലം കോടതിയിൽ നാളെ, മറ്റന്നാൾ, പിറ്റേ ദിവസം എന്ന് പറഞ്ഞ് കളിപ്പിച്ച് അവസാനം സെക്ഷൻ 13 എടുത്ത് കളഞ്ഞു എന്ന് പറയുന്ന ഒരു ധിക്കാരം കേരളത്തിനോട് കാണിക്കാൻ എങ്ങനെ ധൈര്യപ്പെടുന്നു കേന്ദ്ര ഗവൺമെന്റ്? പ്രിയങ്ക ഗാന്ധി ഇവിടെ വന്നിരുന്നു. അവർ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 രൂപ പോലും കൊടുത്തിരുന്നില്ല. പക്ഷെ അവിടെ വന്ന് സന്ദർശിക്കുകയൊക്കെ ചെയ്തിരുന്നു. അവർ പണം തരാത്തത് ഞങ്ങൾ വേറെ വീട് പണിയുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് അവർ പറഞ്ഞ മറുപടി. നല്ലത് വരട്ടെ, അത്രയെങ്കിലും നല്ല മനസ്സ് കാണട്ടെ, ഇതൊക്കെ നോക്കട്ടെ. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ നഗരത്തിൽ ഞങ്ങൾ സ്വീകരിക്കുന്നത് പണം തന്നവരെ മാത്രമല്ല, പണം തന്നവരെയും തരാത്തവരെയും ചീത്ത പറഞ്ഞവരെയും സമരം നടത്തിയവരെയും എല്ലാവരെയും ഞങ്ങൾ ഈ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്. 2ാം ഘട്ടവും വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കി തരും. അതാണ് എന്തായാലും മന്ത്രി വളരെ വിശദമായിട്ട് തന്നെയാണ് നമ്മളോട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത്. 11 മണിക്ക് തന്നെയാണ് ടൗൺഷിപ്പിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം നടക്കുക. 178 വീടുകളുടെ താക്കോൽ കൈമാറ്റം നടക്കും. എന്തായാലും മന്ത്രി പറയുന്നത്, നേരത്തെ പറഞ്ഞ പരാതികൾ ഈ റെഡ് സോണിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളിലുള്ള ആളുകളുടെ കാര്യം കൂടി പരിഗണിക്കുമെന്ന് കൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്.